ജേർണി എന്ത് കാരണം കൊണ്ടാണ് ഡീപ്ലി ട്രോമാറ്റിക് ആവുന്നത്? കാരണം നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിനെ റെക്കഗ്നൈസ് ചെയ്തു, നിങ്ങളുടെ അതർ പൊളാരിറ്റി ഓഫ് സോളിനെ വന്നിട്ട് റെക്കഗ്നൈസ് ചെയ്തു. സോ നിങ്ങൾക്ക് സബ് കോൺഷ്യസ്ലി അറിയാം നിങ്ങൾ ഡിവൈൻ യൂണിയനിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ പാർട്ട്ണറെ കണ്ടുപിടിച്ചു എന്ന് സബ് കോൺഷ്യസ്ലി നിങ്ങൾക്കറിയാം. സോ എല്ലാം ഒരു നല്ല രീതിയിൽ പോകുമ്പോൾ പിന്നീട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അവരുടെ ഭാഗത്തിൽ നിന്നുള്ള ഒരു സഡൻ റിജക്ഷൻ ആണ്. അതിലൂടെ നിങ്ങൾ സോൾ ഷോക്ക് നേരിടും. ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പേഴ്സൺ ബ്രേക്കപ്പ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിപ്പോകുന്ന പോലെയല്ല ഇവിടെ തോന്നുക. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ടോട്ടലായിട്ട് നിങ്ങളെ നഷ്ടപ്പെട്ട പോലെ ആയിരിക്കും തോന്നുക. അതായത് ഒരു നോർമൽ ബ്രേക്കപ്പിൽ അനുഭവിക്കുന്നതിനേക്കാളും 100 ഇരട്ടി പെയിൻ നിങ്ങളിവിടെ അനുഭവിക്കും. ആൻഡ് അതുമാത്രമല്ല, ആദ്യമൊക്കെ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും എന്താണ് നടക്കുന്നത് എന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതൊരു നോർമൽ റിലേഷൻഷിപ്പ് പോലെ നടക്കുന്ന ഒരു കാര്യമല്ല. നോർമൽ റിലേഷൻഷിപ്പിൽ എങ്ങനെയായിരിക്കും, ആ ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ആവുന്നതൊക്കെ വന്നിട്ട് 3D ഡയമെൻഷനിലാണ്, 3D പ്ലെയിനിലാണ്. പക്ഷേ ട്വിൻ ഫ്ലെയിമിൻ്റെ കേസിൽ വന്നിട്ട് സ്റ്റാർട്ടിങ് വന്നിട്ട് 5D പ്ലെയിനിലാണ് നടക്കുക, അല്ലെങ്കിൽ 5D ഡയമെൻഷനിലാണ് നടക്കുക. അത് കാരണമാണ് ഇവിടെ സോൾ ഷോക്ക് നടക്കുന്നത്. ഇന്നർ യൂണിയൻ വന്നിട്ട് സ്റ്റെബിലൈസ് ആവുന്നവരെ, അവരുടെ ഫീൽഡ് കൊഹറൻ്റ് ആവുന്നവരെ ഡിവൈൻ യൂണിയൻ ഫിസിക്കൽ പ്ലെയിനിൽ അറ്റൈൻ ചെയ്യാൻ പറ്റില്ല ഇവരെ കൊണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ മൈൻഡ് ചുമ്മാ ഇരിക്കില്ല. മൈൻഡ് നമുക്ക് സൂപ്പറായിട്ട് പണി തരും. അതെല്ലാം വന്നിട്ട് പേഴ്സണലാക്കി എടുക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പം നിങ്ങളോട് തന്നെ ചോദിക്കും, എനിക്ക് എന്താണ് പ്രശ്നം, വാട്ട്സ് റോങ് വിത്ത് മീ, അല്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹം എന്നെ ലീവ് ചെയ്തത് ഇത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഇതൊരു നോർമൽ റിലേഷൻഷിപ്പ് പോലെ വർക്ക് ആവാത്തത്. അങ്ങനെ 1000 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഉള്ളിൽ വരും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് എല്ലാ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ ചെയ്യാം. നിങ്ങൾക്ക് വന്നിട്ട് ക്ലോസ്നെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ക്ലാരിഫൈ ചെയ്യാം, ഇത് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കാം, കണക്ട് ചെയ്യാം. പക്ഷേ ഇതൊന്നും കറക്റ്റായിട്ട് ലാൻഡ് ചെയ്യില്ല. ഇവിടെയാണ് നിങ്ങളുടെ ട്രോമ ഒരുപാട് സ്ട്രോങ്ങർ ആവുന്നത്. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ മെക്കാനിസം അറിയാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഈഗോ വന്നിട്ട് ഈ ഒരു റിജക്ഷനെ വന്നിട്ട് അൾട്ടിമേറ്റ് ഫെയിലർ ആയിട്ടായിരിക്കും ഇൻ്റർപ്രറ്റ് ചെയ്യുക. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിവിടെ റിജക്റ്റ് ആവുകയല്ല ചെയ്യുന്നത്, നിങ്ങൾക്കൊരു ഇനീസിയേഷൻ നടക്കുകയാണ്, ഈ ഒരു ജേർണി ആക്ടിവേറ്റ് ആവുകയാണ്. മാസ്കുലിൻ എനർജി റെസ്പോണ്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഷെയർഡ് എനർജിയോടാണ്. കാരണം ഈ ഒരു ടാസ്ക് വന്നിട്ട് ആളുടെ ബ്ലൂ പ്രിൻറ്റിൽ കോഡഡ് ആണ്. സോ ഈ ഒരു സോൾ റെക്കഗ്നിഷന് ശേഷം നമ്മുടെ മാസ്കുലിൻ ഫിസിക്കൽ പ്ലെയിനിൽ വന്നിട്ട് നിങ്ങളെ വിട്ടിട്ട് പോകുന്നത് ഒരു നോർമൽ ബ്രേക്കപ്പ് അല്ല. അത് നിങ്ങളുടെ എൻറ്റയർ സിസ്റ്റത്തിന് തന്നെ ഷോക്കാണ്. കാരണം നിങ്ങളുടെ സോളിന് വന്നിട്ട് ഈ ഒരു കണക്ഷൻ്റെ ട്രൂത്ത് അറിയാം, പക്ഷേ ഫിസിക്കൽ റിയാലിറ്റി റിഫ്ലക്റ്റ് സെപ്പറേഷൻ. സോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരുന്ന കൊണ്ട് ഈ ഒരു പ്രോസസ്സിൽ, നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു പ്രോസസ്സിൽ ഒരു ചേഞ്ചും വരാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രോമേനെ കുറയ്ക്കാൻ പറ്റും.